കല്ലുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. കല്ലുപ്പ് നമ്മൾ ഗണപതി ക്ഷേത്രങ്ങളിൽ കാണിക്കയായി സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഉപ്പലിയുന്ന വേഗത്തിൽ അലിഞ്ഞു തീരും എന്നാണ് നമ്മൾക്കിടയിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ നന്ദികേശിന് മുന്നിൽ നമ്മൾ കല്ലുപ്പ് സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു കാരണവശാലും കല്ലുപ്പ് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. കല്ലുപ്പ് പൂർണ്ണമായും ഒരു വീട്ടിൽ ഇല്ലാത്ത അവസ്ഥ ആ വീട്ടിലെ ദാരിദ്ര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്ലുപ്പ് പൂർണ്ണമായും ഇല്ലാത്തൊരവസ്ഥ ഒരു കാരണവശാലും ഒരു ഗൃഹങ്ങളിലും വരരുത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കല്ലുപ്പ് വാങ്ങുന്നത് വളരെ ശുഭകരമാണ്. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കല്ലുപ്പ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാവേറ്, കണ്ണേറ് അങ്ങനത്തെയൊക്കെയുള്ള ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒരു പിടി കല്ലുപ്പ് എടുത്തിട്ട് നമ്മളുടെ തലയ്ക്ക് മുകളിൽ 3 വട്ടമായിട്ട് നമ്മളൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് അത് ഒരു വട്ടം ഉഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു പിടി പേപ്പറിലാക്കിയിട്ട് കത്തിച്ച് കളയുക. അതിലൂടെ ആ ദോഷങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും ഒരു പിടി കല്ലുപ്പ് ഒരു പൊട്ടണ പാത്രത്തിലാക്കിയിട്ട് അടുക്കളയിൽ വെക്കുക. ഇത് വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കും.